Good afternoon all. Good afternoon, ma'am. എന്ത് പറ്റി? സ്ട്രെങ്ത് കുറവാണല്ലോ. ഫുഡൊക്കെ കഴിച്ചു വരുന്നുള്ള എല്ലാവരും. ടൈമായല്ലോ ക്ലാസിന്റെ. വരുന്നുള്ളൂ നമ്മളെല്ലാവരും. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഏകദേശം ഒരു 14 എക്യുപ്മെന്റ്സ് ദാറ്റ് ഇസ് സ്റ്റെതസ്കോപ്പ് വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ? ആണോ? ഓർമ്മയുണ്ടോ? യെസ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് എക്യുപ്മെന്റ് നോക്കാം. ക്രാഷ് കാർട്ട്. നമ്മള് ആ ഒരു ചെറിയൊരു ട്രോളിയുടെ ആ ഒരു സെക്ഷനിലെ ക്രാഷ് കാർട്ടിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. എന്താണ് ഓർമ്മയുണ്ടോ? എന്റെ ക്രാഷ് കാർട്ട് ട്രോളി പഠിച്ചപ്പോ ആ ഒരു എക്യുപ്മെന്റിൽ നമ്മൾ ക്രാഷ് കാർട്ടിനെ പറ്റി പറഞ്ഞായിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എമർജൻസി മെഡിസിൻസും എക്യുപ്മെന്റ് ആണ് ക്രാഷ് കാർട്ട് ട്രോളിയിൽ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു നോക്കാം. Crash cart, it is known by other name like code cart and max cart. അല്ലെ, ഇത് ക്രാഷ് കാർട്ട് അറിയപ്പെടുന്ന മറ്റു രണ്ട് പേരുകൾ എന്ന് പറയുന്നത് കോഡ് കാർട്ടും മാക്സ് കാർട്ടും. കേട്ടോ, ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ. ക്രാഷ് കാർട്ട് അറിയപ്പെടുന്ന മറ്റു രണ്ട് പേരുകളാണ് കോഡ് കാർട്ട് ആൻഡ് മാക്സ് കാർട്ട്. ഈ ക്രാഷ് കാർട്ട് ഓർ കോഡ് കാർട്ട് ഓർ മാക്സ് കാർട്ട്, it is a set of trays, അല്ലെ, set of trays, drawers, shelves on wheel used in hospital for transportation and dispensing of emergency medication equipment at the site of medical surgical emergency for life support protocols. ബ്രാക്കറ്റിലുള്ളത് ഇപ്പൊ നോക്കണ്ട. To potentially save someone life, അല്ലെ? അപ്പൊ ഒരു ക്രാഷ് കാർട്ട് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള എമർജൻസി മെഡിസിൻസും എക്യുപ്മെന്റ്സും കൊണ്ടുപോകുന്ന ട്രോളിയാണ്. അതിൽ നിങ്ങൾ കാണുന്നത് പോലെ അല്ലെ, പിക്ചറിൽ കാണുന്നുണ്ട് അല്ലെ. മീൻസ് സെറ്റ് ഓഫ് ട്രേസ് ഉണ്ട്, അതുപോലെ തന്നെ ഷെൽഫ് ഉണ്ട്, ഡ്രോയർ പോലെ ഉണ്ട്, ദെൻ ഒരു വീലുകൾ ഉണ്ടായി അല്ലെ. അപ്പൊ ഇതാണ് എമർജൻസി എക്യുപ്മെന്റ്സും മെഡിസിൻസും കൊണ്ടുപോകുന്ന ഒരു തരം ട്രോളിയാണ് ഈ ക്രാഷ് കാർട്ട് ട്രോളി എന്ന് പറയുന്നത്. അത് അറിയപ്പെടുന്ന മറ്റു രണ്ട് പേരുകളാണ് കോഡ് കാർട്ടും അതുപോലെ തന്നെ മാക്സ് കാർട്ടും എന്നും അറിയപ്പെടുന്നു. ഇത്ര ഉള്ളൂ കേട്ടോ, അത് മാക്സ് ക്രാഷ് കാർട്ട് ട്രോളി. ദെൻ നെക്സ്റ്റ് വൺ നെബുലൈസർ. ദെൻ നിങ്ങൾ കയ്യിൽ നോട്ട്ബുക്ക് ഉണ്ടോ? നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് നോട്ട്ബുക്ക് എടുക്കാമോ? നോട്ട്ബുക്ക് എടുത്ത് വെച്ചേക്കൂ, അരികത്ത് വെച്ചേക്കൂ കേട്ടോ. കുറച്ച് നോട്ട്സ് എഴുതാൻ വരും, നോക്കാം. നെക്സ്റ്റ് വൺ നെബുലൈസർ. കേട്ടോ, നെബുലൈസർ എന്താണ്? നമ്മളുടെ വീടുകളിലൊക്കെ ഒത്തിരി പേരുടെ വീടുകളിൽ കൂട്ടത്തിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. എത്ര പേരുടെ വീട്ടിലുണ്ട് നെബുലൈസർ മെഷീൻ? നെബുലൈസർ ഉണ്ടോ? ആരുടെ വീട്ടിലില്ല? യെസ്, ഓക്കെ, ഒരാളുടെ വീട്ടിലുള്ളൂ നെബുലൈസർ. ഓക്കെ, രണ്ടുപേരുടെ വീട്ടിലുണ്ട് അല്ലെ. അപ്പൊ നെബുലൈസിങ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ നെബുലൈസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നെബുലൈസ്? ആവി പിടിക്കുക, ഓക്കെ അല്ലെ. നമുക്ക് ആ ഒരു മെഡിസിൻ ആ ഒരു രൂപത്തിൽ പെട്ടെന്ന് എഫക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നോക്കാം. നെബുലൈസർ, ഇറ്റ് ഈസ് എ ഡ്രഗ് ഡെലിവറി ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു ഗിവ് മെഡിക്കേഷൻ ഇൻ ദ ഫോം ഓഫ് എ മിസ്റ്റ് inhaled into the lungs. Nebulizers are mainly used the treatment of cystic fibrosis, asthma and COPD and other respiratory diseases or disorders. അല്ലെ, ആ കൂട്ടത്തില് ആസ്മ എന്താണെന്ന് അറിയാലോ, അതായത് ശ്വാസം മുട്ടല് അല്ലെ, ശ്വാസം ബുദ്ധിമുട്ടുകൾ അല്ലെ. അപ്പൊ ശ്വാസം മുട്ടിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നെബുലൈസർ യൂസ് ചെയ്യും. അതുപോലെ തന്നെ സിസ്റ്റിക് അല്ലെ, സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് ശ്വാസകോശത്തിൽ വന്ന അണുബാധയാണ് സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. ദെൻ COPD എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ഫോം നോട്ട് തരാട്ടോ. ക്രോണിക് ഒബ്സ്ട്രക്ട് പൾമണറി ഡിസീസസ്. അതായത് നമ്മളുടെ എന്താണ്, ഈ ശ്വാസകോശത്തില് ഓക്സിജന്റെ അളവ് കുറയുന്ന ഒരു അവസ്ഥ, നമ്മുടെ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് കുറയുന്ന ഒരു അവസ്ഥയാണ് COPD എന്ന് പറയുന്നത്. നെബുലൈസർ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അതുപോലെ തന്നെ എന്താണ്, മെഡിസിൻ എന്ത് ഫോമിലാണ്? ഒരു മിസ്റ്റിന്റെ ഫോമിൽ അല്ലെ, അതായത് ഒരു മഞ്ഞിന്റെ. നമുക്ക് നെബുലൈസർ യൂസ് ചെയ്യുമ്പോൾ ഉപയോഗിച്ചവരാണെങ്കിലും അറിയാൻ പറ്റും, വീട്ടിലുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നെബുലൈസർ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു മെഡിസിൻ ഒരു പുകമയം പോലെയല്ലേ നമ്മൾ ആ ഒരു ഇതിൽ കാണുന്നത്? ആണോ? അങ്ങനെയാണോ കാണുന്നത്? നെബുലൈസർ ആ മെഷീൻ ഓൺ ആക്കുമ്പോഴേ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് ഇതൊരു പുക പോലെയാണ് ചെല്ലുന്നത് അല്ലെ. നമുക്ക് ചിലപ്പോൾ ആ മെഡിസിൻ തീർന്നോ ഇല്ലയോ എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മളത് ഓപ്പൺ ആക്കി നോക്കണം, ആ മെഡിസിൻ തീർന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അല്ലെ.
അപ്പോ എന്താ ഒരു മഞ്ഞിന്റെ രൂപത്തിൽ മീൻസ് ഒരു പുകമയം പോലെയാണ് ഈ ഒരു മെഡിസിൻ നമ്മളുടെ ഉള്ളിലേക്ക് ചെല്ലുന്നത്. ദെൻ ഇത് മെയിൻ ആയിട്ടും ഈ സൈറ്റിക് ഫൈബ്രോസിസും അതുപോലെ ആസ്മ പേഷ്യൻസും ദെൻ ഓക്സിജന്റെ അളവ് ശരീരത്തിൽ കുറയുന്ന ഒരു അവസ്ഥ, ദാറ്റ് ഇസ് COPD. അതായത് ഓക്സിജന്റെ അളവ് ശരീരത്തിൽ കുറയുമ്പോ എന്താ സംഭവിക്കുന്നത് അല്ലെ, നമുക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരും, ശ്വാസ തടസ്സങ്ങൾ നേരിടേണ്ടതായിട്ട് വരും അല്ലെ. അപ്പോ അതിനൊക്കെയാണ് നമ്മൾ നെബുലൈസർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ നോട്ട്ബുക്ക് എടുത്തോ നിങ്ങള്? നോട്ട്ബുക്കും പെന്നും എടുത്തോ? ഓക്കെ, ദെൻ എഴുതിക്കോളൂ. ക്രാഷ് കാർട്ട് എന്ന് എഴുതിക്കോളൂ കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം എഴുതിയില്ലേ, അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ എഴുതിക്കോളൂ. ക്രാഷ് കാർട്ട് എന്ന് എഴുതാം, ഒരു ഹൈഫൻ ഇടാം. ക്രാഷ് കാർട്ട്. ക്രാഷ് കാർട്ടിന്റെ ബ്രാക്കറ്റിലെ എന്താ കോഡ് കാർട്ട്, മാക്സ് കാർട്ട് എന്നും കൂടി എഴുതിക്കോളൂ കേട്ടോ. രണ്ടു പേരുകൾ അറിയപ്പെടുന്നില്ലേ, കോഡ് കാർട്ട് ആൻഡ് മാക്സ് കാർട്ട്, രണ്ടു പേരുകളിൽ അറിയപ്പെടുന്നത് കേട്ടോ. കോഡ് കാർട്ട് ആൻഡ് മാക്സ് കാർട്ട്. ഓക്കെ, ദെൻ ഇനി എഴുതിക്കോളൂ. A crash cart is the trolley for storing life-saving equipment. Storing life-saving equipment and drug in hospital. Drug in hospital. Okay, complete ayo. A crash cart is the trolley for storing life-saving equipment and drug in hospital. Okay. Then ഞാൻ അടുത്ത എക്യുപ്മെന്റ് എടുത്തു പോവുകയാണ്. ലാസ്റ്റ് ഞാൻ നോട്ട് തരാം കേട്ടോ. അത്യാവശ്യമുള്ള അതിന്റെ നോട്ട് ലാസ്റ്റ് തരാം. മതിയോ? അല്ലെങ്കിൽ അത് ആ ഒരു ഫ്ലോ അങ്ങോട്ട് പോകും. അങ്ങനെ മതിയോ? ലാസ്റ്റ് കുറച്ച് എക്യുപ്മെന്റ് എടുത്തതിന് ശേഷം നോട്ട് തരാം. ഓക്കെ. അപ്പൊ നമ്മള് അടുത്ത് നമ്മൾ നോക്കുന്നത് സ്റ്റീം ഇൻഹൈലർ അല്ലെ. ഇതും നമ്മളുടെയൊക്കെ വീടുകളിൽ കാണുന്ന ഒരു എക്യുപ്മെന്റ് ആണ്, സ്റ്റീം ഇൻഹൈലർ. സ്റ്റീം ഇൻഹൈലർ ഉണ്ടോ വീടുകളില്? നിങ്ങളുടെ ആരുടെങ്കിലും വീട്ടിലുണ്ടോ ഈ സ്റ്റീം ഇൻഹൈലർ? യെസ്. ഓക്കെ, എന്താണ് ഇൻഹൈലർ ഉള്ള ആള് തന്നെ പറയണേ. എന്താണ് അതിനകത്ത് നിങ്ങൾ ചെയ്യുന്നത്? എന്താണ് അതിന്റെ ഉപയോഗം? സ്റ്റീം ഇൻഹൈലറിന്റെ യൂസ് എന്തിനു വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്? പെട്ടെന്ന് തന്നെ ഒന്ന് കമന്റ് ചെയ്യണേ. എന്തിനു വേണ്ടിയിട്ടാ സ്റ്റീം ഇൻഹൈലർ ഉപയോഗിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇത് വാങ്ങിച്ചേക്കുന്നത് വീട്ടില്? ഓക്കെ, ആരായിരുന്നു ഉണ്ടെന്ന് പറഞ്ഞത് ആള്? നിവ്യാണോ പറഞ്ഞത്? ഓക്കെ, പറഞ്ഞത് അബദ്ധമായെന്ന് തോന്നിയോ? നീർക്കെട്ട് കുറയാൻ. ഓക്കെ, ദെൻ റെസ്പിറേറ്ററി. ഓക്കെ, കോൾഡ് വരുമ്പോഴും എല്ലാത്തിനും വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? സ്റ്റീം ഇൻഹൈലർ യൂസ് ചെയ്യുന്നു. നോക്കാം. The most common and major benefit of the natural steam inhalation therapy is the marvelous way of treating the respiratory problem or complications generated with the warm and moist air while inhaling. With this process of steam inhalation അല്ലെ, സ്വാഭാവികമായിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്റ്റീം നമുക്ക് ഇൻഹാലേഷൻ തെറാപ്പിയിലൂടെ കിട്ടുന്നു. അതുപോലെ തന്നെ നമ്മളൊരു നീരാവിയാണ് ഇതിലൂടെ ശ്വസിക്കുന്നത് അല്ലെ. ആ ഒരു ശ്വസിക്കുന്ന പ്രക്രിയയിലൂടെ തന്നെ ഒരു ചൂടുള്ള ഒരു നീരാവിയാണ് നമ്മൾ ശ്വസിക്കുന്നത്. സോ ഈ ഒരു ഈർപ്പമുള്ള ഒരു വായു ശ്വാസകോശ സംബന്ധമായിട്ടുള്ള എല്ലാത്തരം പ്രശ്നങ്ങളും മാറ്റുന്നു അല്ലെ. ഇതിനാണ് നമ്മൾ സ്റ്റീം ഇൻഹൈലർ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് അത്രേ ഉള്ളൂ, എന്താണെന്ന് മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് വൺ, എക്കോ. എന്താണ് എക്കോ? എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഏത് ബോഡിയിലെ ഏത് പാർട്ടായിട്ടാണ്? CPOD ഫുൾ ഫോം തരാം. ഞാൻ ഇത് കുറച്ച് എക്യുപ്മെന്റ് എടുത്തിട്ട് ലാസ്റ്റ് നോട്ട് തരാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം അതിന്റെ ഇടയ്ക്കിടയ്ക്ക് നോട്ട് പറയുമ്പോൾ അത് ഡിസ്റ്റർബ് ആവരുതല്ലോ. ഓക്കെ, ലാസ്റ്റ് നോട്ട് തരാം കേട്ടോ. ആവശ്യമുള്ള നോട്ട്സുകളെല്ലാം തന്നെ തരാൻ, പേടിക്കണ്ട. ദെൻ എക്കോ നമ്മൾ ആ എടുക്കുന്നതിനുള്ള ഒരു ഫ്ലോ വിട്ടു പോകുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ദെൻ എക്കോ. എക്കോ എന്ന് പറയുന്നത് എന്താണ്? എക്കോ ടെസ്റ്റ് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എക്കോ ടെസ്റ്റ് നടത്തുന്നത്? ഹാർട്ട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എക്കോ ടെസ്റ്റ് വഴി ചെയ്യുന്നത്. നോക്കാം.
The test is also known in the name of electrocardiography or diagnostic cardiac ultrasound. എക്കോ അറിയപ്പെടുന്ന മറ്റു രണ്ട് പേരുകളാണ് ഇലക്ട്രോകാർഡിയോഗ്രഫി ഓർ ഡയഗ്നോസ്റ്റിക് കാർഡിയാക് അൾട്രാസൗണ്ട്. കേട്ടോ, അണ്ടർലൈൻ ചെയ്തോളൂ. Then an echo uses sound waves to design pictures of your hearts, അല്ലെ? Heart chambers, valves and the blood vessels, അല്ലെ? പിന്നെന്താണ്? Aorta, then arteries and veins. അപ്പൊ നോക്കി, എന്താ എക്കോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ഒരു പിക്ചറാണ് ഈ ഒരു എക്കോ ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നത്, അല്ലെ? ഹൃദയത്തിന്റെ അറകള്, അതുപോലെ വാൽവുകള്, ബ്ലഡ് വെസൽസ്, അല്ലെ, ധമനികള്, സിരകള് എന്നിവയുടെ ചിത്രങ്ങളാണ് നമ്മൾ ഈ ഒരു എക്കോ ഇതിലൂടെ രൂപകൽപ്പന ചെയ്തെടുക്കുന്നത്, അല്ലെ? രൂപകൽപ്പന കിട്ടുന്നത്. ദെൻ എക്കോ ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് a probe called transducer is passed over your chest. ഒരു ട്രാൻസ്ഡ്യൂസർ മീൻസ് ഒരു ഉപകരണമാണ് അത്, ചെറിയൊരു, അത് നമ്മുടെ ചെസ്റ്റിനോട് ഘടിപ്പിച്ചുകൊണ്ട് വെച്ചുകൊണ്ടാണ് ചെസ്റ്റിനോട് അറ്റാച്ച് ചെയ്യുന്നു. ദെൻ എന്നിട്ടാണ് നമുക്ക് ഈ ഒരു എന്താണ് ഹൃദയത്തിന്റെ അറകള് അല്ലെങ്കിൽ വാൽവുകള്, ഭിത്തികള്, പിന്നെ അതുപോലെ തന്നെ വെസൽസ് അല്ലെങ്കിൽ ധമനി, സിര എന്നിവയുടെയൊക്കെ ചിത്രമാണ് നമുക്ക് ഈ ഒരു എക്കോ ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നത്. അപ്പൊ ഇത് അറിയപ്പെടുന്ന പേര് എക്കോ കാർഡിയോഗ്രഫി എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് കാർഡിയാക് അൾട്രാസൗണ്ടും എന്നും എക്കോ അറിയപ്പെടുന്നു. ഓക്കെ, ഇതില് തുല്യ പഠിക്കാൻ അറിയപ്പെടുന്ന പേരുകൾ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കുക. നെക്സ്റ്റ് വൺ EEG. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ECG നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ? ഇലക്ട്രോ കാർഡിയോഗ്രാം ECG കേട്ടിട്ടുണ്ട്. അതുപോലെ EEG എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇപ്പൊ കേൾക്കുന്നതല്ല ഞാൻ ചോദിച്ചത്. നേരത്തെ നിങ്ങൾക്ക് EEG എന്നുള്ള ടേം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലില്? യെസ്, ഓക്കെ. എന്തായിരുന്നു EEG? എന്തിനു വേണ്ടിയിട്ടാണ് EEG? ബ്രെയിനിന്റെ ആണ്, അല്ലെ? ഇപ്പൊ നിങ്ങൾക്ക് ഒട്ടും തന്നെ കേട്ടിട്ടില്ല, ഭൂരിഭാഗം പേരും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ കുഴപ്പമില്ല, നിങ്ങൾക്ക് ആ പിക്ചർ കാണുമെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടൂലേ? ഒന്നും അറിയാത്തൊരു വ്യക്തിക്ക് എന്താണ് കുറച്ച് വയറുകളും കാര്യങ്ങളൊക്കെ എന്താണ് തന്നിരിക്കുന്ന ഒരു ഫീമെയിൽ മീൻസ് അതിന്റെ ഒരു എന്താ പറയാ, ആ പിക്ചറില്, അല്ലെ, തലയിലാണ് എല്ലാ ഒരു എക്യുപ്മെന്റ്സും വെച്ചേക്കണം. അപ്പൊ തലയ്ക്ക് എന്തോ മീൻസ് തലയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലായി, അല്ലെ? ആണോ? മനസ്സിലായോ? അങ്ങനെ ദെൻ നോക്കാം. കുറച്ച് പേർക്ക് അറിയാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഹെഡ് ഇഞ്ചുറി യൂസ് ചെയ്യുന്നു. ഓക്കെ, നോക്കാം. An EEG uses to find problems in the electrical function of the brain that may be connected with certain brain disorders, അല്ലെ? അതായത് മസ്തിഷ്ക വൈകല്യങ്ങളെ കണ്ടെത്താനും മറ്റുമൊക്കെയാണ് നമ്മൾ EEG ഉപയോഗിക്കുന്നത്. Then the measurement given by an EEG are used to expand form പറയാട്ടോ. ഇലക്ട്രോഎൻസിഫാലോഗ്രാം എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഇലക്ട്രോഎൻസിഫാലോഗ്രാം നോട്ട് തരാം കേട്ടോ, നോട്ട് തരാം, പേടിക്കണ്ട. ലാസ്റ്റ് കഴിഞ്ഞിട്ട് ഓരോന്നിന്റെ നോട്ട് സെപ്പറേറ്റ് ചെയ്ത് തരാം. ഓക്കെ, ഇലക്ട്രോ എൻസെഫാലോഗ്രാം എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. കമന്റ് ഇട്ടിട്ടുണ്ട്, നോട്ട് തരാം. അപ്പോ EEG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ബ്രെയിനിലുള്ള മീൻസ് സർട്ടൻ ബ്രെയിൻ ഡിസോർഡേഴ്സിനെ കണ്ടുപിടിക്കാനായിട്ടാണ് EEG ഉപയോഗിക്കുന്നത്. The measurements given by an EEG are used to verify various conditions, including seizure disorders such as epilepsy. എന്താ എപ്പിലെപ്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടോ? എപ്പിലെപ്സി ബ്രെയിൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ്. ഗസ് ചെയ്യാമോ? ബ്രെയിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ആർക്കും ഗസ് ചെയ്യാനില്ല? അപസ്മാരം കേട്ടോ, അപസ്മാരമാണ് എപ്പിലെപ്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഹെഡ് ഇഞ്ചുറി, അല്ലെ? ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സിറ്റുവേഷൻസിലൊക്കെയാണ് ഈ ഒരു നമ്മൾ EEG ചെയ്യുന്നത് കേട്ടോ. നോട്ട് തരാം കേട്ടോ, എക്സ്പാൻഷനും അതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് തരാം. കുറച്ച് എടുത്തതിന് ശേഷം നോട്ട് തരാമെന്ന് വിചാരിച്ചാണ്. ഓക്കെ, ദെൻ ഒപ്താൽമോസ്കോപ്പ്. ഒപ്താൽമോസ്കോപ്പ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഒപ്താൽമോളജി. എന്താണ് ഒപ്താൽമോളജി? റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനാണ്? ഐ, അല്ലെ? നേത്ര വിഭാഗമാണ് ഒപ്താൽമോളജി, അല്ലെ? അപ്പൊ പിക്ചറിൽ കാണുന്ന പോലെ കണ്ണുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ് ഒപ്താൽമോസ്കോപ്പ് എന്ന് പറയുന്നത്. നോക്കാം, ഐ റിലേറ്റഡ് ആയിരിക്കും.
ഒപ്താൽമോസ്കോപ്പ് ഓൾസോ കോൾഡ് ഫണ്ടോസ്കോപ്പി. ഒപ്താൽമോസ്കോപ്പിന് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഫണ്ടോസ്കോപ്പി. ഓക്കെ, അപ്പോ ഇത് ഇങ്ങനെ ഇപ്പൊ നമ്മൾ കുറെ എക്യുപ്മെന്റിൽ പറഞ്ഞു, ഇതിനെ പറയുന്ന മറ്റൊരു പേരുകൾ പറഞ്ഞു. അപ്പൊ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം, എക്സാമിന് ചോദിക്കാം. തിരിച്ചു മറിച്ചൊക്കെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോ ഒപ്താൽമോസ്കോപ്പ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഫണ്ടോസ്കോപ്പി. Is a test which permits a health professional to watch inside the fundus of the eye and other structure using an ophthalmoscope or fundoscope. അല്ലെ, അതായത് നേത്ര പരിശോധനയാണ് അല്ലെ. അതായത് ഈ ഫണ്ടസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു അവയവത്തിന്റെ ഭാഗത്തെയാണ്, മീൻസ് കണ്ണിന്റെ ആ ഭാഗങ്ങളെയാണ് ഈ ഫണ്ടസ് പറയുന്നത്. അപ്പോ ഈ നേത്ര പരിശോധനയുടെ ഭാഗം, അതായത് നേത്രം നമ്മുടെ കണ്ണിനെ പരിശോധിക്കുന്നതാണ്. ഈ ഒരു ഒപ്താൽമോസ്കോപ്പ് എന്ന് പറയുന്നത് കണ്ണ് പരിശോധിക്കുന്നതാണ്. It is performed as a part of an eye examination and may be performed as a part of a customary physical examination. അല്ലെ, അതായത് സാധാരണയായിട്ട് കണ്ണിന്റെ പരിശോധനയുടെ ഭാഗമായിട്ട് നടത്താം, അല്ലാതെ തന്നെ നമ്മള് ഫിസിക്കൽ എല്ലാത്തരം മീൻസ് എല്ലാ പരിശോധനകളൊക്കെ ചെയ്യില്ലേ, അതിന്റെ കൂട്ടത്തിലും ഈ ഒരു ഒപ്താൽമോസ്കോപ്പ് ചെയ്യാൻ സാധിക്കും. മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, നമ്മളുടെ നേത്ര പരിശോധനയാണ് ഈ ഒപ്താൽമോസ്കോപ്പിലൂടെ ചെയ്യുന്നത്. കണ്ണിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളും മറ്റും കണ്ടെത്താനായിട്ടാണ് ഒപ്താൽമോസ്കോപ്പ് വഴി നമ്മൾ ഈ ഒരു എക്യുപ്മെന്റ് ഉപയോഗപ്പെടുത്തുന്നത്. അറിയപ്പെടുന്ന മറ്റൊരു പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫണ്ടോസ്കോപ്പി എന്നാണ്. അപ്പൊ ചിലപ്പോ എക്സാമിന് ചോദിക്കാം, ഫണ്ടോസ്കോപ്പി എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു അല്ലെ, ചോദിച്ചൂടെ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ. അപ്പോ അല്ലെ, കണ്ണുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ചിലപ്പോ ഒപ്താൽമോസ്കോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പെട്ടെന്ന്, ഒപ്താൽമോളജി നേത്ര വിഭാഗമാണ് അല്ലെങ്കിൽ കണ്ണിന്റെ വിഭാഗമാണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പോ ഫണ്ടിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കിട്ടില്ല. ഫണ്ടോസ്കോപ്പി എന്ന് പറയുമ്പോൾ ഒരു ഫണ്ടസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിന്റെ ഭാഗങ്ങളില്ലേ, ഭാഗങ്ങൾ ആ ഒരു ഏരിയനെയൊക്കെ എന്നിട്ട് പറയുന്നത്. കണ്ണിന്റെ ആ ഒരു അവയവത്തിന്റെ ഭാഗം, അല്ലെങ്കിൽ അവയവം എന്ന് പറയുന്നത് കണ്ണാണല്ലോ. അപ്പൊ കണ്ണിന്റെ ആ ഭാഗങ്ങളാണ് ഫണ്ടസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ചെറിയ നോട്ട് തരാം കേട്ടോ, പേടിക്കേണ്ട, നോട്ട്സ് ഒക്കെ തരാം. ഓക്കെ, അപ്പൊ നമുക്ക് അത്രയും ഒന്ന് ഇപ്പോഴത്തെ അത്തരത്തിന്റെ ഒന്ന് ചെറിയ നോട്ട് പോലെ എഴുതാം കേട്ടോ, അത്യാവശ്യത്തിന് വേണ്ടത്. ഓക്കെ, നോട്ട്ബുക്ക് എടുത്തോളൂ. ഫ്ലാഷ് കാർഡ് അല്ലേ നമ്മൾ എഴുതിയത്. നെക്സ്റ്റ് നെബുലൈസർ എന്ന് ഹെഡിങ് കൊടുക്കുക കേട്ടോ, നെബുലൈസർ. നെബുലൈസർ എന്ന് ഹെഡിങ് കൊടുക്കാം. ദെൻ അതിന്റെ താഴെ എഴുതിക്കോളൂ. നെബുലൈസറിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. സിസ്റ്റിക് ഫൈബ്രോസിസ്. എന്താ സിസ്റ്റിക് ഫൈബ്രോസിസ് എന്നാണ് എഴുതാൻ പോകുന്നത്. മീൻസ് ശ്വാസകോശത്തിനുള്ളിലെ അണുബാധ എന്നാണ് കേട്ടോ. സിസ്റ്റിക് ഫൈബ്രോസിസ് ബ്രാക്കറ്റിൽ ഒന്ന് എഴുതിയിട്ടോളൂ, മലയാളത്തിൽ തന്നെ. ശ്വാസകോശത്തിലെ അണുബാധ, സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് എഴുതിക്കൊണ്ട് അതിന്റെ ബ്രാക്കറ്റിൽ ഒന്ന് എഴുതിക്കോളൂ, ശ്വാസകോശത്തിലെ അണുബാധ. ശ്വാസകോശത്തിലെ അണുബാധ. ദെൻ അതിന്റെ താഴെ എഴുതിക്കോളൂ എന്താ സിസ്റ്റിക് ഫൈബ്രോസിസ് എന്നാണ് എഴുതാൻ പോകുന്നത്. എ ഡിസോർഡർ ദാറ്റ് പറയുന്നത് കൃത്യമായിട്ട് കേട്ടിട്ട് എഴുതണേ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, തെറ്റായിട്ട് ആരും എഴുതി എടുക്കരുത്. സിസ്റ്റിക് ഫൈബ്രോസിസ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. എ ഡിസോർഡർ ദാറ്റ് ഡാമേജ് യുവർ ലങ്സ്. എ ഡിസോർഡർ that damage your lungs. Digestive tract and other organs കംപ്ലീറ്റ് ആയോ? ഒന്നുകൂടെ പറയണോ? റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ, നോക്കാം. എ ഡിസോർഡർ ദാറ്റ് ഡാമേജ് യുവർ ലങ്സ്.
a disorder that damages your lungs, digestive tract and other organs. Digestive tract and other organs. നെക്സ്റ്റ് എഴുതിക്കോളൂ COPD. COPD. COPD എന്ന് എഴുതാ. എന്നിട്ട് എഴുതാ chronic obstructive pulmonary disease. Chronic obstructive pulmonary disease. Chronic obstructive pulmonary disease. സ്പെല്ലിംഗ് വേണോ? Chronic obstructive pulmonary disease. Okay. COPD. Then അതിന്റെ ബ്രാക്കറ്റിൽ നിങ്ങളൊന്ന് എഴുതിക്കോളൂ ഓക്സിജൻ കുറയുന്ന അവസ്ഥ. ശരീരത്തില് ഓക്സിജൻ കുറയുന്ന അവസ്ഥ എന്നും കൂടി എഴുതിക്കോളൂ കേട്ടോ. ഓക്കെ. COPD എന്ന് പറഞ്ഞാല് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. ഓക്കെ. കംപ്ലീറ്റ് ആയോ? ശരീരത്തില് ഓക്സിജൻ കുറയുന്ന അവസ്ഥ. ഓക്കെ. Then next one എഴുതിക്കോളൂ EEG. EEG. EEG എന്ന് എഴുതാം. EEG എന്ന് എഴുതാം. ഇലക്ട്രോഎൻസെഫാലോഗ്രാം. കമന്റ് ഒന്ന് ഇടാമോ? ആരെങ്കിലും ഒന്ന് എഴുതി ഒന്ന്. ഇലക്ട്രോ ഓക്കെ. അതെ കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നോക്കാം. സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് നോക്കി എഴുതണേ. ഞാൻ ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ തന്നെ കമന്റ് ഓരോരുത്തർ ഇട്ടിട്ടുണ്ട്. ഓക്കെ. കറക്റ്റ് സ്പെല്ലിംഗ് നോക്കി എഴുതണേ. ഇലക്ട്രോഎൻസെഫാലോഗ്രാം. ഓക്കെ. ദെൻ എന്താണ് ഈ ഇലക്ട്രോഎൻസെഫാലോഗ്രാം എന്നും കൂടി ഒന്ന് എഴുതണേ. അതിന്റെ താഴെ എഴുതിക്കോളൂ.
An EEG is the test that an EEG is the test that an EEG is the test that measures an EEG is the test that measures electrical activity in the brain. Electrical activity in the brain. Repeat ചെയ്യണോ? റിപ്പീറ്റ് ചെയ്യണോ? ഈ കംപ്ലീറ്റ് ആക്കാനുണ്ടോ അല്ലെങ്കിൽ? ഓക്കെ. Electroencephalogram നോക്കാം. And EEG is the test that measures electrical activity in the brain. Okay. Complete ആയോ? Okay. Then next എഴുതിക്കോളൂ ophthalmoscope കേട്ടോ. Ophthalmoscope. 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 Ophthalmoscope എഴുതിക്കോളൂ. Test that allow a health professional to see കാണുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. To see inside the fundus of the eye. Fundus, F-U-N-D-U-S, to fundus of the eye. To fundus of the eye. Repeat ചെയ്യണോ? നോക്കാം. Ophthalmoscope ആണ് പറഞ്ഞത്. Test that allow a health professional to see inside the fundus of the eye. Then, okay, കഴിഞ്ഞോ അത്രയും? Complete ആയോ? Almost. Complete ആയോ എല്ലാവരുടെയും? Okay. Then, next equipment ആണ് Holter monitor. പിക്ചറിൽ കാണിച്ചിരിക്കുന്ന ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടാകും ഇല്ലേ? കണ്ടിട്ടുണ്ടോ? നേരിട്ടല്ലെങ്കിലും എന്തെങ്കിലും ഫിലിമിലോ മറ്റൊക്കെ കണ്ടു കാണും. ഇങ്ങനെയുള്ള ഒരു എക്യുപ്മെന്റ് കണ്ടിട്ടുണ്ടോ? യെസ്. പക്ഷെ നമുക്ക് അതിന്റെ പേരെന്താണെന്ന് അറിയില്ല. അതല്ലേ യഥാർത്ഥത്തിലുള്ളത്? ആണോ? പേര് ചിലപ്പോ അറിയാൻ പറ്റില്ല അല്ലെ? ഓക്കെ. അപ്പൊ നോക്കിയേ, Holter monitor കേട്ടോ. A Holter monitor is a portable device which operated within the help of battery. അല്ലെ, ഇതൊരു പോർട്ടബിൾ ഡിവൈസ് ആണ്. അത് ബാറ്ററിയുടെ ഹെൽപ്പോട് കൂടിയാണ് വർക്ക് ചെയ്യുന്നത്. Then, if measured and records your heart's functioning, that ECG constantly for 24 to 48 hours or longer, depending on the type of monitoring used. The instrument has the size of a small camera. It has wires with a silver dollar size
ഇലക്ട്രോഡ്സ് ദാറ്റ് ഫിക്സ് ടു യുവർ സ്കിൻ, അല്ലെ? നമ്മുടെ സ്കിന്നിനോട് ചേർന്ന് ഫിക്സ് ചെയ്തിരിക്കുന്ന ചെറിയൊരു ക്യാമറയുടെ വലിപ്പത്തിലുള്ളൊരു എക്യുപ്മെന്റ് ആണ്. അതുപോലെ തന്നെ സിൽവർ ഡോളേഴ്സിന്റെ സൈസിലുള്ള ഇലക്ട്രോഡുകൾ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു, അല്ലെ? അപ്പൊ ഹോൾട്ടർ എന്ന് പറഞ്ഞാൽ അത് ഒരു പോർട്ടബിൾ മെഷീൻ ആണ്. അതുപോലെ തന്നെ എന്താണ് 24 to 48 മണിക്കൂർ അത് ലോങ് ഡിപ്പെൻഡിങ് ആണ് നിൽക്കുന്നത്. അപ്പൊ നമ്മളുടെ എന്താണ് ഹാർട്ട് ഫംഗ്ഷനിങ് ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഹാർട്ട് ഫംഗ്ഷനിങ് റെക്കോർഡ് ചെയ്യുന്നതാണ് ഈ ഒരു ഹോൾട്ടർ മോണിറ്റർ ചെയ്യുന്നത്. ഓക്കെ, പിക്ചർ നോക്കാം. Then next one, cardiac table. Cardiac table എവിടെയെങ്കിലും ഈ ടേബിൾ കണ്ടിട്ടുണ്ടോ? കണ്ടുപരിചയമുണ്ടോ cardiac table? നോക്കാം. A table in the hospital for patients used when hospitalized in hospitalization. Patient ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആകുമ്പോൾ ടൈമിലാണ് ഈ ഒരു ടേബിൾ ഉപയോഗിക്കുന്നത്. But table set in front of within the pillow on it. Patients can incline forward and take rest. Table without pillow is used for writing and meals. Used for patient with cardiac condition and asthma, അല്ലെ? ഇത് നമ്മൾ പറഞ്ഞു ഇതൊരു ടേബിൾ പോലെയാണ്, പക്ഷെ അത് പേഷ്യൻസിന് രോഗിയുടെ ഉപയോഗത്തിനായിട്ട് ആശുപത്രിയിൽ ബെഡ് പോലെയും നമുക്കിത് യൂസ് ചെയ്യാം. മീൻസ് തലേനെ പില്ലോ കവറൊക്കെ ഇട്ടിട്ട് ആർക്ക് റെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് റെസ്റ്റ് ചെയ്ത് കിടക്കുകയും ചെയ്യാം. അല്ലാത്ത ടൈമിലാണെങ്കിൽ പില്ലോ ഇതൊന്നും ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മീൽസിന്, അല്ലെ, ഇപ്പൊ ഫുഡ് കഴിക്കാനും മറ്റും ഈ ഒരു ടേബിൾ യൂസ്ഫുൾ ആണെന്ന്. യൂസ്ഡ് ഫോർ പേഷ്യന്റ്, ഇത് കൂടുതലും കാർഡിയാക് കണ്ടീഷൻസ് ഒക്കെ ഉള്ള ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലും അങ്ങനെ അസുഖങ്ങളുള്ളതോ അല്ലെങ്കിൽ ആസ്മ പേഷ്യൻസിനൊക്കെയാണ് ഇങ്ങനെയുള്ള ഒരു ടേബിൾ ആ റൂമിൽ അവൈലബിൾ ആയിട്ടുള്ളത്. കിടക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ ഇതിന് ഹൈറ്റിലൊക്കെ ആണല്ലോ, അപ്പൊ കിടക്കുകയും ചെയ്യാം. അല്ലാത്ത പക്ഷം ഫുഡ് കഴിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ടേബിൾ യൂസ്ഫുൾ ആണ്. ഓക്കെ, അത് നിങ്ങൾ എഴുതിയെടുത്തോളൂ. കാർഡിയാക് ടേബിൾ എഴുതിക്കോളൂ. കാർഡിയാക് ടേബിൾ എന്ന് എഴുതാം. എഴുതിയോ കാർഡിയാക് ടേബിൾ? ഓക്കെ, കാർഡിയാക് ടേബിൾ എഴുതിക്കോളൂ. ബെഡ് ടേബിൾ, ബെഡ് മീൻസ് ബെഡ് പോലെ നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞില്ലേ? ബെഡ് ടേബിൾ placed in front, bed table placed in front with a pillow, bed table placed in front with a pillow on it, with a pillow on it. Patient can take rest. Patient can take rest. Patient can take rest. ഓക്കെ, ഒരു റിപ്പീറ്റ് ചെയ്യണം ഒന്നുകൂടി. ഓക്കെ, കാർഡിയാക് ടേബിൾ, ബെഡ് ടേബിൾ placed in front with a pillow on it. Patient can take rest. Okay. Then next equipment ആണ് EMG. നോക്കട്ടോ, അപ്പൊ നമ്മൾ പുതിയ പുതിയ കുറെ എക്യുപ്മെന്റുകൾ പഠിച്ചു. ഹോൾട്ടർ മീറ്റർ വേറെ എക്സ്ട്രാ നോട്ട് ഒന്നും എഴുതണ്ടല്ലോ, എല്ലാത്തിന്റെ നോട്ട് വേണ്ട, അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം മതിയല്ലോ. ഹോൾട്ടർ മീറ്റർ എഴുതണം നിങ്ങൾക്ക്. ഓക്കെ, ഹോൾട്ടർ മീറ്റർ എഴുതിക്കോളൂ. ഹോൾട്ടർ മീറ്റർ എഴുതിക്കോളൂ.
is a portable device. Is a portable device. And records your heart functioning. Is a portable device and records your heart functioning. ഇത്രയും മതി. ഓക്കെ, ദെൻ EMG നോക്കാം കേട്ടോ. EMG ഇലക്ട്രോമയോഗ്രഫി കേട്ടോ, ഇലക്ട്രോമയോഗ്രഫി. അപ്പോ ഇപ്പോ EG പഠിച്ചു, ECG പഠിച്ചു കണ്ടോ. അപ്പൊ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പുതിയ പുതിയ എക്യുപ്മെന്റ്സുകൾ നമുക്ക് അറിയാവുന്ന എക്യുപ്മെന്റ്സ് ആണ്. അപ്പൊ അതിന് കുറച്ച് പ്രാധാന്യം കൊടുത്തതിന് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. നോക്കാം, EMG ഇലക്ട്രോമയോഗ്രഫി. നിങ്ങൾ ആ പിക്ചർ കണ്ടോ? പിക്ചർ കണ്ടിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ? എന്തിന്റെ ആയിരിക്കും ഒരു ടെസ്റ്റ് ചെയ്യുന്നത്? ഇലക്ട്രോമയോഗ്രഫി എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഓൾറെഡി അറിയാമോ ആർക്കെങ്കിലും? EMG അറിയാമോ? ആർക്കും അറിയില്ല? ഒരു റെസ്പോൺസ് ഇല്ലല്ലോ. എന്ത് പറ്റി? ഉച്ച സമയം ആയതുകൊണ്ട് എല്ലാവരും ഉറക്കത്തിലാണോ? ഓക്കെ, നെർവിന്റെ ആണ്. ഓക്കെ, നെർവിന്റെ ആണ്. നോക്കാം. Electromyography or EMG, muscle response on electrical function in response to a nerve stimulation of the muscle. അല്ലെ, അതായത് നമുക്കറിയാം എന്താണ് പേശികളുടെ പ്രതികരണം, മസിൽസിന്റെ പ്രതികരണം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇലക്ട്രോമയോഗ്രഫി ഉപയോഗിക്കുന്നത്. അല്ലെ, ഇപ്പോ ന്യൂറോമസ്കുലർ വൈകല്യങ്ങൾ, അതായത് പേശി സംബന്ധമായിട്ടുള്ള വൈകല്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനൊക്കെയാണ് നമ്മൾ ഈ ടെസ്റ്റ് പൂർണ്ണമായിട്ടും ഉപയോഗിക്കുന്നത്. The test is used to help find neuromuscular deformity in the course of the test. One or more small needles, also called electrodes. അല്ലെ, നമുക്ക് ആ പിക്ചറിൽ കാണാൻ സാധിക്കും. ചെറിയൊരു ഒന്നോ മൂന്നോ നീഡിൽസ് ആണ് നമ്മുടെ ആ ഒരു പേശികളുടെ അവിടെ കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത്. അല്ലെ, ആ സ്കിന്നില് അല്ലെങ്കിൽ മസിലിനോട് ചേർന്നിട്ട് ഈ ഒരു നമ്മുടെ സ്കിന്നില് മീൻസ് ഒന്നോ അതിൽ കൂടുതലോ നീഡിൽസ് കണക്ട് ചെയ്തിട്ടാണ് നമ്മളുടെ പേശികളുടെ പ്രവർത്തന ഫങ്ഷൻസ് എത്രത്തോളം പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂറോമസ്കുലർ പേശി വൈകല്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് കണ്ടെത്താനായിട്ടാണ് നമ്മൾ EMG ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, ചില വ്യക്തികൾ പറയും അവർക്ക് കൈകൊണ്ട് അധികം വെയിറ്റഡ് ആയിട്ടുള്ള വെയിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല, അല്ല അധികം ബലത്തിൽ പിടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അധികം ഒരു ബലം കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും. അല്ലെ, അപ്പോ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു EMG ഉപയോഗിച്ചിട്ട് ചെയ്തു നോക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ. നോക്കാം, ഇലക്ട്രോമയോഗ്രഫി കേട്ടോ. നെർവ് കണ്ടക്ഷൻ സ്റ്റഡി. ഓക്കെ, അതായത് പേശി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഈ ഒരു ഇലക്ട്രോമയോഗ്രഫിയിലൂടെ നോക്കുന്നത്. ദെൻ ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. ഇലക്ട്രോമയോഗ്രഫി ആയിട്ട് ഒന്ന് വായിക്കാം. നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതാണല്ലോ, അപ്പൊ ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഒരാളുടെ അമ്മയ്ക്ക് ചെയ്തിട്ടുണ്ട് ഇലക്ട്രോമയോഗ്രഫി. ഓക്കെ, ചോദിക്കാം കേട്ടോ, ഡീറ്റെയിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നെ. ഓക്കെ, ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ട് ഇവിടെ. ഓക്കെ, 2-3 എക്യുപ്മെന്റ് കൂടി കഴിഞ്ഞിട്ട് ഇത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ വിശദാംശം പറഞ്ഞു തരും കേട്ടോ. നിവ്യ ആയിരുന്നല്ലേ? ഓക്കെ, മറന്നു നോക്കും ഞാനേ. നെക്സ്റ്റ് എക്യുപ്മെന്റ് എടുക്കാൻ കേട്ടോ. നോക്കാം, എയർവേ പറയാം കേട്ടോ, ഡീറ്റെയിൽ പറയാം, വിശദീകരിപ്പിക്കാം. ഓക്കെ, എയർവേ നോക്കാം. ഇറ്റ് ഈസ് എ മെഡിക്കൽ ഡിവൈസ് കോൾഡ് എയർവേ ഓർ അഡ്ജന്റ്. അഡ്ജന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുബന്ധം, റിലേറ്റഡ് മീൻസ് അനുബന്ധം എന്നൊക്കെ പറയാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സസ്റ്റെയിൻ ഓർ ഓപ്പൺ പേഷ്യന്റ് എയർവേ. പേഷ്യന്റിന്റെ എയർവേ ഓപ്പൺ ആക്കാനൊക്കെയാണ് നമ്മൾ എയർവേ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഡസ് ദിസ് ബൈ പ്രിവെന്റിംഗ് ദ ടങ് ഫ്രം wrapping in the epiglottis. എന്ത് എപ്പിഗ്ലോട്ടിസ് അറിയാമോ? എപ്പിഗ്ലോട്ടിസ് ഒന്ന് കമന്റ് ചെയ്യണേ, അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. നിങ്ങൾ ഓൾറെഡി സയൻസുകാരൊക്കെ ആണെങ്കിൽ അറിയാൻ പറ്റും അല്ലെ, സയൻസ് ഒക്കെ എടുത്ത് പഠിച്ച കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി അറിയാമെന്ന് തോന്നുന്നു. ഓക്കെ, എപ്പിഗ്ലോട്ടിസ് എന്താണ് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. എപ്പിഗ്ലോട്ടിസ് ആർക്കും അറിയില്ല? മീൻസ് സയൻസ് ഒന്നും എടുത്ത് പഠിച്ചിട്ടുള്ള ആരുമില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹോസ്പിറ്റൽ എന്തെങ്കിലും കോഴ്സുകളോ അങ്ങനെ പഠിച്ചവർക്കൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി അറിയാൻ പറ്റും. എപ്പിഗ്ലോട്ടിസ്
കുഴപ്പമില്ല, നമുക്ക് നോക്കാം കേട്ടോ. അപ്പോ മെഡിക്കൽ എയർവേസ് എന്താണെന്ന് അറിയാമോ? എയർവേസ് നമ്മളുടെ ശരീരത്തിലെ നമ്മളെ ശ്വസിക്കുന്ന മീൻസ് നമ്മള് വായു നമ്മൾക്ക് ശ്വസിക്കുന്നത് ഏതിലൊക്കെ കൂടിയാണ്? ഫുഡ് പൈപ്പാണ്. ഓക്കെ, ഫുഡ് പൈപ്പാണ് കേട്ടോ. ബിനോയ് പഠിച്ചിട്ടുണ്ട്, ഓർമ്മയില്ല. പഠിച്ചത് അവിടെ വെച്ചേക്കണോ? ഓർക്കണ്ടേ? ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെയാണ് ഇതൊക്കെ എടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോ എന്താ നമ്മളുടെ എയർവേസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒരു മനുഷ്യ ശരീരത്തിലെ എയർവേസ് ഏതൊക്കെയാണ്? എയർവേ എന്ന് പറയുന്നത് നമ്മൾ ശ്വാസം എടുക്കുന്ന ഏതിലൊക്കെയൂടെയാണ്? അതിനെയാണ് നമ്മൾ എയർവേ എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെ? അപ്പോ എന്താണ് ഒരു എയർവേ എന്ന് പറയുന്നത്? ഏതൊക്കെയാണ് നമ്മളുടെ ശ്വാസം എടുക്കുന്നത്? അതെ, എപ്പിഗ്ലോട്ടിസിന്റെ ഫുൾ ഫോം മീൻസ് ഡീറ്റെയിൽ ഒക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ എയർവേ എന്ന് പറയണത് നോസ്, മൂക്കിലൂടെ നമ്മൾ ശ്വാസം. ദെൻ പിന്നെ എന്തൊക്കെയാണ്? മൗത്ത്. ഓക്കെ, പിന്നെ ത്രോട്ട് പറയാം, അല്ലെ? അതായത് ചിലപ്പോ നമ്മള് ശ്വസിക്കാൻ പറ്റാണ്ട് ഇതുപോലെ കിടപ്പായ അവസ്ഥയിലൊക്കെ കിടക്കുന്നവർക്ക് നമുക്ക് തൊണ്ടയിൽ കൂടി ട്യൂബ് ഒക്കെ ഇട്ടിട്ട് മീൻസ് ഓക്സിജൻ ഒക്കെ നൽകാറുണ്ട്, അല്ലെ? അപ്പോ അങ്ങനെ നമ്മളുടെ റെസ്പിറേറ്ററി ട്രാക്ട്. ഓക്കെ, അപ്പോ എന്താണ്? അതായത് രോഗിയുടെ മീൻസ് എയർവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു ശ്വാസം നിലനിർത്തുന്നതിനോ തുറക്കുന്നതിനോ ഇത് ഉപയോഗിക്കുന്നു, അല്ലെ? അതായത് ശ്വാസം നിലനിർത്താനോ സസ്റ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ അത് ഓപ്പൺ ആക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ട്യൂബുകൾ കണ്ടോ? ചെറിയ കണ്ടോ? ട്യൂബുകള്, അതുപോലെ തന്നെ സ്റ്റെതസ്കോപ്പ്, കുറച്ച് എക്യുപ്മെന്റ്സ് ഉണ്ട് ശ്വാസം നിലനിർത്തുന്നതിനും അല്ലെങ്കിൽ അത് ഓപ്പൺ ആകുന്നതിനും. ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ, കിടപ്പായ പേഷ്യൻസ് ഒക്കെ, വെന്റിലേറ്റർ പേഷ്യൻസിനൊക്കെയാണ് കൂടുതലും എയർവേ യൂസ്ഫുൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് വെന്റിലേറ്റർ ചാപ്റ്റർ എടുത്തായിരുന്നോ? ചാപ്റ്റർ കഴിഞ്ഞോ? വെന്റിലേറ്റർ എടുത്തായിരുന്നോ? ഓർമ്മയുണ്ടോ എന്തെങ്കിലും? വെന്റിലേറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്തിട്ടുണ്ടോ ഇല്ലയോ? ഇല്ല. ഓക്കെ, വെന്റിലേറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് എയർവേനെ കുറിച്ച് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ കൂടുതൽ ക്രിട്ടിക്കൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ വരുമ്പോഴാണ് ഈ എയർവേ ഒക്കെ യൂസ്ഫുൾ ആവുന്നത്. അവിടെ തൊണ്ടയിൽ കൂടിയൊക്കെ ട്യൂബ് ഒക്കെ ഇടുന്നത്. ഓക്കെ, ജസ്റ്റ് അത്രയൊന്നും അറിഞ്ഞിരിക്കാം. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്ററിൽ. Then next one, PFT. PFT നോക്കാം. PFT എന്ന് പറയുന്നത് പൾമണറി ഫങ്ഷൻ ടെസ്റ്റ്. എന്താ പൾമണറി? പൾമണറോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുമായിട്ട് റിലേറ്റഡ് ചെയ്തിരിക്കുന്നു? പൾമണറി എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ഏത് അവയവമായിട്ടാണ്? ലങ്സ്, അല്ലെ? ശ്വാസകോശമായിട്ടാണ് നമ്മള് പൾമണറി റിലേറ്റഡ് ആയിട്ടിരിക്കുന്നത്, അല്ലെ? Then നോക്കാം, പൾമണറി ഫങ്ഷൻ ടെസ്റ്റ്, ദാറ്റ് ഈസ് PFT. ഒത്തിരി ഫുൾ ഫോമുകളായിട്ടോ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ വരുന്നത്. സോ എന്ത് ചെയ്യാ? പഠിക്കുക അതനുസരിച്ച്. Pulmonary function test, PET, are a collection of tests that measure how able your lungs work. This contains how well you are capable for breathing and how effective your lungs are able to bring oxygen to rest of your body. അല്ലെ? ഇവിടെ PFT ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് PFT എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ ശ്വാസകോശം, നമ്മളുടെ ശ്വാസകോശം എത്രത്തോളം പ്രവർത്തിക്കുന്നു എന്നാണ് ഈ ഒരു ഇത് അളക്കുന്നത്. നന്നായിട്ട് വർക്കിംഗ് ആണോ, നല്ല രീതിയിൽ ഓക്സിജൻ ഇതൊക്കെ ഉണ്ടോ, അല്ലെ? അല്ലെങ്കിൽ എത്രത്തോളം നന്നായിട്ട് ശ്വസിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഓക്സിജൻ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ ബോഡി, നമ്മുടെ ശരീരത്തിനുള്ളിലെ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ ഓക്സിജന്റെ ലെവലൊക്കെ കറക്റ്റ് ആയിട്ട് എത്തുന്നുണ്ടോ, മീൻസ് ശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് ഈ ഒരു പൾമണോളജി ആ ഒരു PFT എന്ന് പറയുന്ന ടെസ്റ്റിലൂടെ നടത്തുന്നത്. മീൻസ് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്. ശ്വാസകോശം എത്രത്തോളം പ്രവർത്തിക്കുന്നു, നല്ല രീതിയിൽ വർക്കിംഗ് ആണോ, മറ്റ് ഓക്സിജന്റെ അളവ് കൃത്യമാണോ എന്നൊക്കെയാണ് ഈ ഒരു ടെസ്റ്റിലൂടെ നമ്മൾ നിരീക്ഷിക്കുന്നത്. ദെൻ നോട്ട് വേണോ അതിന്റെ ചെറുതായിട്ട് ഒന്ന് എഴുതിക്കോളൂ. PFT കേട്ടോ, PFT എന്നൊന്ന് എഴുതാം. PFT ഒരു ഹൈഫൻ ഇടാ, എന്നിട്ട് എഴുതിക്കോളൂ. The test measures the test measures lung volume,
volume. The test measures lung volume. The test measures lung volume, capacity, volume, capacity, rates of flow, and gas exchange. And gas exchange. Yes, capacity. The test measures lung volume, capacity, rates of flow, and gas exchange. Okay. Then next equipment, your equipment Euroflowmeter. Capacity കഴിഞ്ഞ് പറഞ്ഞത് rate of flow and gas exchange. Okay. Complete ആയോ? എയർവേയുടെ നോട്ട് വേണോ? ഓക്കെ, എഴുതിക്കോളൂ. എയർവേ എഴുതിക്കോളൂ. എയർവേ എഴുതാം. ഡിസ്ക്രൈബ് describes കേട്ടോ, എസും കൂടി ഉണ്ട്. describe the organs of respiratory tract. ശ്വസിക്കുന്ന ഓർഗൻസുകളില്ലേ? Describes the organs of the respiratory tract that allow airflow during ventilation. ഞാൻ പറഞ്ഞില്ലേ, വെന്റിലേഷൻസിന്റെ ആ ടൈമിലാണ് ഇത് കൂടുതലായിട്ടും എയർവേ ഒക്കെ യൂസ് ചെയ്യുന്നത്. വെന്റിലേറ്റർ തുടങ്ങിയ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, റിപ്പീറ്റ് ചെയ്യണോ ഒരു പ്രാവശ്യം കൂടി? കംപ്ലീറ്റ് ആയോ? റിപ്പീറ്റ് ചെയ്യണോ? Okay. Describes the organs of the respiratory tract that allow airflow during ventilation. Okay. എപ്പിഗ്ലോട്ട് എഴുതണോ നിങ്ങൾക്ക്? എന്താണെന്ന് എഴുതിക്കോളൂ. എപ്പിഗ്ലോട്ട്സ് കേട്ടോ, എപ്പിഗ്ലോട്ട്സ്. അതുകൂടി ഒന്ന് എഴുതിയേക്കെ. എപ്പിഗ്ലോട്ട്സ് ഒന്ന് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടൊന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണേ. എപ്പിഗ്ലോട്ട്സിന്റെ പിക്ചർ ഒക്കെ ഒന്ന് നോക്കണം കേട്ടോ. എഴുതിക്കോളൂ. എപ്പിഗ്ലോട്ട്സ്, എ സ്മോൾ ലീഫ് ഷേപ്ഡ് ഷീറ്റ്. എ സ്മോൾ ലീഫ്, ചെറിയൊരു ഇലയുടെ. എ സ്മോൾ ലീഫ് ഷേപ്ഡ് ഷീറ്റ് of a small leaf shaped sheet of
ഇലാസ്റ്റിക് കാർട്ടിലേജ്, ഇലാസ്റ്റിക് ഒരു ചെറിയൊരു സ്ഥലം പോലെ, ഇലാസ്റ്റിക് കാർട്ടിലേജ് that protect your larynx, protect your larynx, that is voice box. A small leaf shaped sheet of elastic cartilage that protect your larynx or voice box. നമ്മുടെ വോയിസ് ബോക്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഈ ഒരു എക്യുപ്മെന്റ് കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. നോക്കാം, യൂറോഫ്ലോമീറ്റർ. യൂറോഫ്ലോമീറ്റർ കേൾക്കുമ്പോൾ തന്നെ ആ ഒരു ടേമായിട്ട് റിലേറ്റഡ് ആണ്. നോക്കാം, യൂറോഫ്ലോമീറ്ററി is a diagnostic test which is used to measure the flow of urine in the course of urination. അല്ലെ, ആ ഒരു യൂറിനേഷൻ കോഴ്സിൽ യൂറിന്റെ ആ ഒരു ഫ്ലോ എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യുന്ന ഒരു ഉപകരണമാണ് യൂറോഫ്ലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. The speed of urine flow is calculated electronically and evaluated how well the urinary tract works. അല്ലെ, നല്ല രീതിയിൽ അല്ലെങ്കിൽ എന്താ യൂറിൻ പാസ് ചെയ്യുമ്പോൾ അതിന്റെ ഒഴുക്ക് മീൻസ് ഇത് കൂടുതലും ഈ കിടപ്പാകുന്ന രോഗികൾ അങ്ങനെയുള്ള രോഗികൾക്കൊക്കെ യൂറിൻ പാസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ ആ യൂറിന്റെ ആ ഫ്ലോ ഒക്കെ മെഷർ ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണത്. ദെൻ യൂറിനറി ട്രാക്ട് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് യൂറിനറി മീൻസ് യൂറിൻ പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെയാണ് ഈ ഒരു യൂറോഫ്ലോമീറ്റർ വഴി നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോ 26 എക്യുപ്മെന്റ് ആണ് നമ്മൾ ഇതുവരെ നോക്കിയത്. എനിക്ക് തോന്നുന്നു ഒരു 40 സംതിങ് ഉണ്ട് എക്യുപ്മെന്റ്. ദെൻ 43 എക്യുപ്മെന്റോളം ഉണ്ട്. പക്ഷെ നമ്മളിപ്പോ 26 എക്യുപ്മെന്റ് ആണ് പഠിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ വേറെ പോയിന്റ്സ് ഒന്നും വന്നില്ല. ഈ ഒരു എക്യുപ്മെന്റുകൾ തന്നെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെ, ഇച്ചിരി മീൻസ് കുറച്ച് ബോറിംഗ് ഒക്കെ തോന്നിയേക്കാം, സ്വാഭാവികമാണ് അത്. കാരണം എക്യുപ്മെന്റുകളെ കുറിച്ച് മാത്രമുള്ള ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, വേറെ എക്സ്ട്രാ പോയിന്റ്സുകളോ അങ്ങനെയൊന്നും ഇല്ല. പക്ഷെങ്കിലും നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് ഇതൊക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങൾ അല്ലെ. നല്ല ഉറക്കം വരുന്ന സമയമാണ് ഇപ്പോ. അല്ലേ, സത്യല്ലേ ഞാൻ പറഞ്ഞത്? മറ്റു ചാപ്റ്റർ പഠിക്കുമ്പോഴേക്കാളും കുറച്ചും കൂടി എളുപ്പമാണ് എന്ന സംഭവം അല്ലെ. പിന്നെ നമുക്ക് അറിയാത്ത കുറച്ച് എക്യുപ്മെന്റ് ഉണ്ട്, അത് നമുക്ക് പഠിച്ചെടുക്കാം. സംഭവം എളുപ്പമാണ്. പക്ഷെ ഈ കുറെ എക്യുപ്മെന്റ് തന്നെയാണല്ലോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതും നല്ലൊരു ടൈമാണ് അല്ലെ. ഫുഡൊക്കെ കഴിഞ്ഞ് നല്ലൊരു ചെറിയൊരു ഉറക്കമൊക്കെ വന്നൊരു ടൈമാണ്. ഫാനൊക്കെ ഇട്ട് ഒന്ന് ഫാനിന്റെ ഇടയിലൊക്കെ വന്നിരുന്നിരിക്കുമ്പോൾ അത്യാവശ്യം ഉറക്കമൊക്കെ വന്നൊരു സമയമാണെന്ന് അറിയാം അല്ലെ. അപ്പൊ അതിനിടെ കൂടി കുറെ എക്യുപ്മെന്റ് വലിച്ചുവാരി എടുക്കണില്ല എന്ന് ഓർത്താണ് അത്രയും എത്തി നിർത്തിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത എക്യുപ്മെന്റ്സുകൾ എടുക്കാം. ബിനോയ് സത്യമാണല്ലേ? ബിനോയ് ഉറങ്ങിയിരുന്നോ? ക്ലാസ് വല്ലതും കേട്ടായിരുന്നോ? ഓക്കെ, ബിനോയ് ഇവിടെ ഉണ്ടോ? ഉറങ്ങിയണോ? ഓക്കെ, നിങ്ങൾ സംസാരിച്ചോളൂ. എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പറയാനുള്ള ഒരു അവസരമാണ് 10 മിനിറ്റ് കേട്ടോ. ഓക്കെ, ബിനോയ് ഇവിടെ ഉണ്ടോ? ഉറങ്ങിയാണോ ആള്? ചെറുതായിട്ട് ഉറക്കമൊക്കെ വന്നു അല്ലേ? അല്ല, ഇവിടെ കറണ്ട് ഇല്ല മാഡം, അതുകൊണ്ട് ഞാൻ പുറത്താണ്. അപ്പൊ പുറത്ത് നല്ല പ്രകൃതി കാറ്റൊക്കെ കിട്ടിയപ്പോ ചെറിയൊരു ഉറക്കമൊക്കെ വന്നിട്ടുണ്ടാവും അല്ലെ? ഓക്കെ, കുഴപ്പമില്ല അല്ലെ. എക്യുപ്മെന്റ് ആണല്ലോ, അതാണ് എനിക്കറിയാം. കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നിയേക്കാം. അതാണ് കുറച്ച് ഇടയ്ക്ക് നോട്ട്സ് ഒക്കെ തന്നത് കേട്ടോ. അപ്പൊ ഇതുവരെയുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ പിന്നെ നമ്മള് ഒരാൾ പറഞ്ഞായിരുന്നല്ലോ പറയിപ്പിക്കാന്ന്. എന്തിന്റെ ആയിരുന്നു? PFT അല്ലേ നമ്മൾ പറയാന്ന് പറഞ്ഞത്? EMGയോ? EMGനെ കുറിച്ച് പറയാന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ പറഞ്ഞോളൂ. ചെയ്തിട്ടുണ്ടെന്നാണോ പറഞ്ഞത്? ചെയ്തിട്ടുണ്ട്. അതിന് NCV സ്റ്റഡി എന്നാണ് അതിന് പറയണത്, നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എന്ന്. എന്തായിരുന്നു അപ്പൊ? അത് കൈക്ക് മരവിപ്പായിരുന്നല്ലോ. അപ്പോ അതിനു വേണ്ടി ഇങ്ങനെ ട്രീറ്റ്മെന്റ് അവർ പറഞ്ഞത് NCV സ്റ്റഡി ചെയ്യണം എന്ന് പറഞ്ഞു. എനിക്ക് കൈക്ക് ബലക്കുറവുണ്ടായിരുന്നു. നമുക്കിങ്ങനെ ചോറ് വരെ വാരി കരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കൈ മടങ്ങില്ലായിരുന്നു. അപ്പൊ NCV സ്റ്റഡി ചെയ്തപ്പോ ഈ പേശിക്കുള്ളില് നെർവിന്റെ ഉള്ളിൽ 2 ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. പാട കെട്ടണ ഒരു ഇതാണത്.
അപ്പൊ നമുക്ക് ടെസ്റ്റിലൂടെ കണ്ടുപിടിച്ചു അങ്ങനെ ആ ടെസ്റ്റിലൂടെ കണ്ടുപിടിച്ചത്. ഇപ്പൊ നമുക്ക് ECG എടുക്കുമ്പോൾ കയ്യിൽ ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ട് നമുക്കൊരു ഇലക്ട്രിക് ഷോക്ക് പോലെ ചെറിയ തരിപ്പ് നമ്മുടെ കയ്യിൽ അനുഭവപ്പെടും. അപ്പൊ നമുക്കിങ്ങനെ ECGയുടെ റേറ്റിംഗ് കാണിക്കുമ്പോൾ ആ സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കും. അപ്പൊ നമുക്ക് എവിടെയാ ബ്ലോക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെഷീനിൽ കാണിക്കും അത്. ചെയ്യുന്നുണ്ടോ അപ്പൊ? അതിന്റെ സർജറി ചെയ്ത് അത് നീക്കം ചെയ്തായിരുന്നു. കാരണം നമ്മുടെ കയ്യിലാണ് കൈവെള്ളയില് കീറിയിട്ട് അത് അവര് നീക്കം ചെയ്തായിരുന്നു. അപ്പൊ സർജറി കഴിഞ്ഞിട്ട് പിന്നെ ഓക്കെ ആണോ? നമുക്ക് അങ്ങനെ ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടോ മുമ്പത്തെ പോലെയുള്ള? സർജറി കഴിഞ്ഞിട്ട് ഓക്കെയാണ്, പക്ഷെ ബലക്കുറവുണ്ട് കൈക്ക്. കാരണം അവരത് കട്ട് ചെയ്യും, കട്ട് ചെയ്തിട്ട് അത് വലിച്ചു കെട്ടുകയാണ് ചെയ്യണത്. അപ്പൊ അതിന്റെ ഒരു പിടുത്തം കഴിക്കുന്നുണ്ട്. അത് ഡോക്ടേഴ്സ് അതിന്റെ വല്ല മെഡിസിൻസോ അങ്ങനെ എന്തെങ്കിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ ഇപ്പോ? ഫിസിയോതെറാപ്പി ഉണ്ടായിരുന്നു അന്നേരം. കുഴപ്പമില്ല, എന്നാലും നമുക്ക് ഒത്തിരി ഭാരപ്പെട്ടൊന്നും എടുക്കാൻ പറ്റില്ല. അത് നോർമലി കുറച്ച് ഇതായി കഴിഞ്ഞിട്ട് ശരിയാവും. മീൻസ് പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ കുറച്ച് ടൈമിങ് എടുക്കായിരിക്കും അല്ലെ? അങ്ങനെയാണോ ഡോക്ടേഴ്സ് പറഞ്ഞത്? ഇതിപ്പോ ചെയ്തിട്ട് ഇപ്പൊ 2 വർഷമായി, എന്നാലും ഉണ്ട്. അപ്പൊ അവരത് പറഞ്ഞു ആ ഒരു ഏറ്റക്കുറച്ചിലുണ്ടാവും, കാരണം നമ്മളത് കട്ട് ചെയ്തിട്ട് വലിച്ചു കെട്ടണയാണ്. അപ്പൊ അതിന്റെ ഒരു ഏറ്റക്കുറച്ചിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ കണ്ടോ, ആളുടെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞത് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെ? ബാക്കിയുള്ളവർക്ക് ഇനി ഇതെന്താണെന്ന് അറിയില്ലാത്തവർക്ക് ആളുടെ സ്വന്തം അനുഭവം അല്ലെങ്കിൽ ചെയ്തൊരു കാര്യമാണ് ആൾ അനുഭവപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടാണ് പറഞ്ഞത് അല്ലെ? അപ്പൊ അതിലൂടെ അത്യാവശ്യം എനിക്ക് തോന്നുന്നു മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഇനി കുറച്ച് എക്യുപ്മെന്റ്സ് കൂടി ഉണ്ട്. അതുകൂടി കഴിഞ്ഞ ഒരു ചാപ്റ്റർ തീർന്നു. ഈ ചാപ്റ്ററിൽ വേറെ ഒന്നും പഠിക്കാനില്ല, എക്യുപ്മെന്റ്സുകളെ പറ്റി മാത്രമാണ്. പക്ഷെ ചെറുതാണെങ്കിലും അതിൽ ഒത്തിരി പഠിക്കാനുണ്ട് ഇല്ലേ? ഓരോ എക്യുപ്മെന്റ്സിന് പറയുന്ന മറ്റൊരു പേരുകളുണ്ട്, അതുപോലെ തന്നെ ഫുൾ ഫോമുകൾ ഒത്തിരി വരുന്നുണ്ട് ഇതിനകത്ത്. ഇനി നമ്മൾ കേൾക്കാത്ത തരത്തിലുള്ള എക്യുപ്മെന്റുകൾ ഉണ്ട്, നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന എക്യുപ്മെന്റ്സുകൾ ഉണ്ട് അല്ലെ? ചില എക്യുപ്മെന്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് എന്താണെന്ന് അതിന്റെ പേര് കിട്ടിക്കാണില്ല. ഇപ്പോഴാണ് നമ്മൾ ഇതിന്റെ ഇന്ന സംഭവം ഇന്നതിന് ഇന്ന പേരൊക്കെയാണ് കിട്ടിയേക്കുന്നത് അല്ലെ? ഇപ്പൊ ഹോൾട്ടർ മോണിറ്റർ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള സംഭവമാണ് അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഇതിന്റെ പേര് ഇതാണെന്ന് അറിയാമോ? ഇപ്പോഴല്ലേ നമുക്കൊരു ഐഡിയ കിട്ടിയത് ആണോ? കുറച്ചു പേർക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു. എങ്കിലും അങ്ങനെ കുറച്ച് എക്യുപ്മെന്റ്സ് നമുക്ക് തീരെ അറിയാത്ത എക്യുപ്മെന്റ്സുകളും ഉണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, നല്ല രീതിയിലേക്ക് പഠിക്കാം കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സോട് കൂടി എനിക്കറിയില്ല, ചിലപ്പോ നമുക്ക് ഈ ഒരു ക്ലാസ് കൂടി മതിയായിരിക്കും ഈ ഒരു ചാപ്റ്റർ കഴിയാൻ. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. Thank you, ma'am.